പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തനം 78 22 വാക്യം, അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യാൽ തന്നെ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ മിസ്രൈമ്യർ അവരെ ഞെരുക്കിയ ഞെരുക്കങ്ങളും അവരുടെ നിലവിളിയും കർത്താവ് കണ്ട് മനസ്സലിഞ്ഞ് അവരെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തിലെത്തിക്കാൻ കർത്താവ് പദ്ധതിയിട്ടു. കർത്താവിൻ്റെ ദാസനായ മോശെ അതിനായിട്ട് ദൈവം ഉപയോഗിച്ചു. യാത്രാമധ്യേ അവർക്ക് ആവശ്യമുള്ളതൊക്കെയും ദൈവം നൽകി. എന്നാൽ മറ്റു പലതും ദൈവത്തോട് അവർ ചോദിച്ച് ദൈവത്തെ പരീക്ഷിച്ച് ദൈവത്തോട് മത്സരിച്ചു. കർത്താവ് രക്ഷിച്ച ദൈവത്തിൽ അവർ ആശ്രയിച്ചില്ല. അവർ ചോദിച്ചതൊക്കെ ദൈവം അവർക്ക് നൽകി. എന്നാൽ മുമ്പിൽ പ്രതികൂലങ്ങളും നഷ്ടങ്ങളും അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സാത്താൻ്റെ അധീനതയിൽ നിന്നും കർത്താവ് വിടുവിച്ചത് വാഗ്ദത്ത ദേശത്തിൽ എത്തിക്കാനാണ്. കർത്താവ് നമ്മെ നീതിയോട് ന്യായത്തോട് നടത്തുന്ന ദൈവമാണ്. നമ്മൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ജീവിതമധ്യേ കടന്നു വരുമ്പോൾ നാം ആദ്യം ആരിലാണ് ആശ്രയിക്കുന്നത്? മനുഷ്യനിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നാം ലജ്ജിച്ചു പോകേണ്ടി വരും. നിന്ദിക്കപ്പെട്ടെന്നിരിക്കാം, അവഗണിക്കപ്പെട്ടെന്നിരിക്കാം. എന്നാൽ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഏതവസ്ഥയിലും നമ്മെ രക്ഷിച്ചു കൊണ്ടുവന്ന കർത്താവിലാണ് നാം ആഴമായി ആശ്രയിക്കുന്നെങ്കിൽ നാം തകർന്നു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. God bless you all.